Good morning, students. So, today we are going to start a new chapter, Communication Systems. So, പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. Okay, so here this gives a brief chronology of different types of communication system that has been used. നമ്മൾ 1844 ടെലിഗ്രാഫ് യൂസ് ചെയ്തു, ദെൻ ടെലിഫോൺ, റേഡിയോ, ടെലിവിഷൻ, different types of satellite communication systems, digital communication systems, cellular telephones, അങ്ങനെ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദിനം പ്രതി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. And what do you mean by communication? It is the transfer of information from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദിസ് ഷുഡ് ബി ഡൺ ആസ് എഫിഷ്യൻ്റ്ലി ആസ് പോസിബിൾ. കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാക്കേണ്ട ഗുണങ്ങൾ, ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി. വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന അത്രയും ഡേറ്റാസ് എഫിഷ്യൻ്റ് ആയിട്ട് വിതൗട്ട് എനി ലോസ് റിസീവിങ് എൻഡിൽ എത്തണം. ഓക്കെ, സെക്കൻഡ് ക്രൈറ്റീരിയ ഇസ് വിത്ത് ആസ് മച്ച് ഫിഡിലിറ്റി, ദാറ്റ് ഈസ് റിലയബിലിറ്റി ആസ് പോസിബിൾ. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ഫിഡിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രത്തോളം റിലയബിൾ ആണ്, വിശ്വസനീയമാണ് എന്നുള്ളത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒരു നഷ്ടവും ഇല്ലാതെ കറക്റ്റായിട്ട് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റർഫറൻസ് ഇല്ലാതെ നമ്മുടെ ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ട് അതേപോലെ തന്നെയാണ് ഔട്ട്പുട്ടിൽ എത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആൻഡ് ദ തേർഡ് ക്വാളിറ്റി ഇസ് ആസ് സെക്യൂർലി ആസ് പോസിബിൾ. ഡേറ്റ ഷുഡ് ബി സെക്യൂർ. ഡേറ്റ നഷ്ടപ്പെടുകയോ ചോർന്നു പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം ആൻഡ് സെക്യൂർഡ് ആയിരിക്കണം. Okay, so ഇങ്ങനെ the components or subsystems act together to accomplish information transfer is known as communication system. ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ അതിലെ മറ്റ് ചെറിയ ചെറിയ സിസ്റ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. Okay, then the elements of a communication system is first we have an input message, and this input message is transferred to a input transducer. From input transducer the message is fed to a transmitter and it is transmitted through a channel. Then it will be collected at the receiver end. From the receiver end it will be fed to a output transducer. Okay, so from the output transducer we will get the output message. These are the elements of a communication system. So what do you mean by an input transducer? The message produced by a source must be converted by a transducer to a form suitable for a particular type of communication system. നമുക്ക് ഒരു മെസ്സേജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മെസ്സേജിനെ നമുക്ക് സ്യൂട്ടബിൾ ഫോമിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന, അത്തരത്തിൽ അതിനെ ഒരു സ്യൂട്ടബിൾ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഓഡിയോ സിഗ്നൽ ഉണ്ട്. നിങ്ങൾക്ക് ഓഡിയോ സിഗ്നൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഓഡിയോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൗണ്ട് വേവ്. പക്ഷേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി ആസ് എ ഇലക്ട്രിക് സിഗ്നൽ. ഇലക്ട്രിക് സിഗ്നൽ ആയിട്ടാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. സിഗ്നൽസ് ആക്കിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ടു കൺവേർട്ട് ദ സൗണ്ട് സിഗ്നൽ ഇൻ ടു ഇലക്ട്രിക് സിഗ്നൽ ബിഫോർ ട്രാൻസ്മിഷൻ ഓഫ് ദ മെസ്സേജ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇതിനായിട്ട് ഒരു സൗണ്ട് വേവിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ്? വി ആർ യൂസിങ് എ മൈക്രോഫോൺ. നമ്മളൊരു മൈക്രോഫോണിൽ കൂടി സംസാരിക്കുമ്പോഴാണ് സൗണ്ട് വേവ് എന്തായി മാറുന്നത്, ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ മൈക്രോഫോൺ വിൽ ആക്ട് ആസ് ആൻ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് message produced by a source must be converted by a transducer. ഒരു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് we are converting the
signal to a form suitable for transmission. Transmission is suitable ആയ ഒരു രീതിയിൽ നമ്മൾ അതിനെ convert ചെയ്യുന്നു. For example, microphone. Okay. The second part of the communication system is, so using input transducer, we have converted audio signal into electric signal, and this electric signal will be fed to a transmitter. So what is the use of a transmitter? The transmitter processes this input signal to produce a signal suits to the characteristics of the transmission channel. Transmitter യൂസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഈ ഇലക്ട്രിക് സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിതുപോലെ ഇലക്ട്രിക് സിഗ്നൽ നമുക്ക് കിട്ടി. ഈ ഇലക്ട്രിക് സിഗ്നലിനെ എനിക്ക് ചാനൽ വഴി നമ്മുടെ ഒരു ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നിന്ന് റിസീവിംഗ് എൻഡിലേക്ക് എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രിക് സിഗ്നൽ നമ്മുടെ ഓഡിയോ സിഗ്നൽ ആസ് സച്ച് അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ അതിനെ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നടത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ. ഓക്കെ, സോ മോഡുലേഷൻ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഒരു ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ ആദ്യം മോഡുലേറ്റ് ചെയ്യണം. ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്ന സിഗ്നലിനെയാണ് നമ്മൾ എപ്പോഴും ചാനൽ വഴി എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി മോഡുലേഷൻ മാത്രം ചെയ്താൽ പോരാ, അവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കാം അല്ലെ. അതായത് നമ്മുടെ ഇലക്ട്രിക് സിഗ്നൽ ചെറിയ വീക്ക് സിഗ്നൽ ആണെങ്കിൽ അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് വോൾട്ടേജ് കൂടിയ ഹൈ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആക്കി മാറ്റാം. അവിടെ ഫിൽറ്ററിംഗ് നടക്കാം. ഓക്കെ, then there is coupling of the modulated signal to the channel. നമ്മുടെ മോഡുലേറ്റ് ചെയ്യപ്പെട്ട സിഗ്നലിനെ ചാനലിലേക്ക് കൊടുക്കാനായിട്ട് there will be coupling devices. അപ്പോൾ ഇതെല്ലാം എന്തിന്റെ പാർട്ടാണ്, ട്രാൻസ്മിറ്ററിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്ത് ഓഡിയോ സിഗ്നൽ is converted into electric signal and this electric signal is passed to the transmitter. ട്രാൻസ്മിറ്ററിൽ എത്തുമ്പോൾ എന്തെല്ലാം പ്രോസസ്സ് നടക്കാം? ഒന്ന്, അതിനെ മോഡുലേറ്റ് ചെയ്യപ്പെടാം. നമ്മുടെ സിഗ്നൽ വിൽ ഗെറ്റ് മോഡുലേറ്റഡ്. ഓക്കെ, ദെൻ കോഡിംഗ് നടക്കാം. ഡിജിറ്റൽ സിഗ്നൽസ് ആണെങ്കിൽ അവിടെ കോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ദെൻ ആംപ്ലിഫിക്കേഷൻ, ഫിൽറ്ററിംഗ്, ഇത്തരത്തിലുള്ള പ്രോസസ്സ് എല്ലാം നടന്നതിന് ശേഷമാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വി ആർ ട്രാൻസ്മിറ്റിംഗ് വയ ദ ചാനൽ. ഓക്കെ, സോ നെക്സ്റ്റ് the output of this transmitter is passed to a channel. ചാനൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ളതാകാം. ഒന്നുകിൽ ഇറ്റ് ക്യാൻ ബി ഫ്രീ സ്പേസ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ആകാം. അതല്ലെങ്കിൽ കൊയാക്സിയൽ കേബിൾ വഴിയാകാം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആവാം, വേവ് ഗൈഡ്സ് ആവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ ചാനലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദ സിഗ്നൽ അണ്ടർഗോസ് സം എമൗണ്ട് ഓഫ് ഡീഗ്രഡേഷൻ ഫ്രം നോയിസ്, ഇന്റർഫറൻസ് ആൻഡ് ഡിസ്റ്റോർഷൻ. ഇങ്ങനെ നമ്മളൊരു ചാനൽ വഴി പോകുമ്പോൾ ഈ സിഗ്നലിന് പലതരത്തിലുള്ള ഡീഗ്രേഡേഷൻ നടക്കാം. അതായത് നോയിസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സിഗ്നൽസുമായി ഇന്റർഫിയർ ചെയ്തിട്ടോ എല്ലാം ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസ്റ്റോർഷൻസ് വഴിയോ നമ്മുടെ സിഗ്നലിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എപ്പോഴും നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിസ്റ്റോർഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചാനൽസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് receiver. The receiver's function is to extract the desired signal from the received signal at the channel output and to convert it to a form suitable for output transducer. ഇത്തരത്തിൽ നമ്മൾ ഒരു ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട സിഗ്നൽസിനെ നമ്മൾ ഒരു റിസീവർ ആന്റിന വഴി അതിനെ നമ്മൾ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് നമ്മുടെ മെസ്സേജ് എവിടെ എത്തിക്കഴിഞ്ഞു? നമ്മുടെ റിസീവിംഗ് എൻഡിൽ എത്തിക്കഴിഞ്ഞു. ഈ റിസീവിംഗ് എൻഡിൽ എത്തുന്ന സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റിസീവർ ആന്റിന വഴി ഈ സിഗ്നലിനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് ഈ റിസീവർ വഴി കളക്ട് ചെയ്ത സിഗ്നലിനെ നമ്മൾ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ അതർ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ റിസീവർ ഇസ് ആംപ്ലിഫിക്കേഷൻ, ഡീമോഡുലേഷൻ,
and filtering. റിസീവർ എൻഡിൽ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നടക്കുന്നത് നമ്മുടെ സിഗ്നലിനെ അത് മോഡുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എന്താണ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ the audio signal is mixed with radio frequency wave. ഓഡിയോ സിഗ്നലിനെ റേഡിയോ ഫ്രീക്വൻസി വേവുമായി മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മോഡുലേറ്റ് ചെയ്യപ്പെട്ട സിഗ്നലാണ് ചാനലിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിഗ്നലിൽ എന്തൊക്കെ കാണും? നമ്മുടെ ഓഡിയോയും കാണും, പ്ലസ് റേഡിയോ ഫ്രീക്വൻസി വേവ്സും ഉണ്ടാകും. ഇത്തരത്തിലുള്ള മോഡുലേറ്റഡ് സിഗ്നൽ നമ്മൾ റിസീവിംഗ് എൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? വി ആർ ഡീമോഡുലേറ്റിംഗ് ദം. അതായത് അറ്റ് ദ ഔട്ട്പുട്ട് എൻഡ് നമുക്ക് വേണ്ടത് ഓഡിയോ സിഗ്നൽസ് മാത്രമാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തും കൂടിയുണ്ട്? റേഡിയോ ഫ്രീക്വൻസിയും കൂടിയുണ്ട്. സോ വി ഹാവ് ടു റിമൂവ് ദിസ് റേഡിയോ ഫ്രീക്വൻസി ആൻഡ് എക്സ്ട്രാക്ട് ദ ഓഡിയോ സിഗ്നൽ ഫ്രം ദ മോഡുലേറ്റഡ് വേവ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേഷൻ. ഓക്കെ, അപ്പോൾ റിസീവർ എൻഡിൽ എത്തുന്ന സിഗ്നലിൽ നിന്ന് നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓഡിയോ സിഗ്നലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേഷൻ. ഇത് കൂടാതെ തന്നെ ആംപ്ലിഫിക്കേഷൻ, ഫിൽറ്ററിംഗ് തുടങ്ങിയ പ്രോസസ്സ് അവിടെയും നടക്കാം. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ എനർജി കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ എനർജി കൂടിയ ഓഡിയോ സിഗ്നൽ ആക്കി കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും എന്തുണ്ടാകും? ഔട്ട്പുട്ട് എൻഡിലും ഒരു ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യും. സോ ഹിയർ റിസീവർ എൻഡിലും എന്തെല്ലാം പ്രോസസ്സ് നടക്കാം? ആംപ്ലിഫിക്കേഷൻ നടക്കാം, ഡീമോഡുലേഷൻ നടക്കാം ആൻഡ് ഫിൽറ്ററിംഗ്. ക്ലിയർ? സോ ഇങ്ങനെ ഡീമോഡുലേറ്റ് ചെയ്യപ്പെട്ട ഓഡിയോ സിഗ്നലിനെ നമുക്ക് കിട്ടി. ആൻഡ് ഇറ്റ് വിൽ ബി ഫെഡ് ടു എ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇത് ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൽ എത്തും. This output transducer converts electric signal at its input into a form desired by the system user. അതായത് നമ്മൾ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൽ ഞാൻ പറഞ്ഞു സൗണ്ട് വേവ് ആണ്. യൂസിങ് മൈക്രോഫോൺ സൗണ്ട് വേവ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് സിഗ്നൽ. അങ്ങനെ നമ്മൾ ഓഡിയോ വേവിനെ ഓഡിയോ സിഗ്നൽ, ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റിയാണ് നമ്മൾ ഈ ട്രാൻസ്മിഷൻ എല്ലാം നടത്തിയത്. അപ്പോൾ റിസീവർ എൻഡിൽ നമുക്ക് കിട്ടുന്നതും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ഔട്ട്പുട്ട് സിഗ്നൽ ആയിരിക്കും അല്ലെ? ഇലക്ട്രിക് സിഗ്നൽ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. പക്ഷെ ഈ ഇലക്ട്രിക് സിഗ്നൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നമുക്കത് കേൾക്കാനായിട്ട് കഴിയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രിക് സിഗ്നലിനെ നമുക്ക് തിരിച്ച് ഓഡിയോ സിഗ്നൽ ആക്കി മാറ്റണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലൗഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂസിങ് ദ ലൗഡ് സ്പീക്കർ ഇറ്റ് കൺവേർട്ട് ഇലക്ട്രിക് സിഗ്നൽ ഇൻ ടു ഓഡിയോ സിഗ്നൽ. അപ്പം നമുക്ക് കിട്ടിയ ഇലക്ട്രിക് സിഗ്നൽ എന്തായി മാറി? ഓഡിയോ സിഗ്നലായി മാറി. ദെൻ PCs, കമ്പ്യൂട്ടേഴ്സ്, ടേപ്പ് റെക്കോർഡേഴ്സ്, ഇതെല്ലാം ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ക്ലിയർ? സോ the elements of a communication system is we have an input message, and input message is passed to a input transducer. Input transducer convert audio waves into electric signals ആക്കി മാറ്റും. And this electric signals will be passed to a transmitter. At the transmitter end modulation occurs. That is, the audio signal is the electric audio signal is mixed with radio frequency wave, and it is called a modulated wave. This modulated wave will be passed to a channel, and through the channel it will be received at the receiver end. And in the receiver end we need only the audio signal, so we have to extract audio signal from the modulated wave. So using a demodulator, we will remove the radio frequency wave and extract audio signals from the modulated wave. Clear? Then it will get amplified. Then this audio signal will be fed to a output transducer. This output transducer again reconvert this electric signal into audio signal, that is using a loudspeaker, and we will get the output message will be audio sound waves. Okay, clear?